മാറിയ പാഠപുസ്തകത്തെ ആസ്പദമാക്കി 1ാം ക്ലാസ് തലത്തിലൊരുക്കിയ വിശിഷ്ട അധ്യാപനത്തിനാണ് മികവഴക് പുരസ്കാരം മേപ്പയൂർ LP സ്കൂളിലെ വിൻസി ടീച്ചർക്ക് ലഭിച്ചത്. 17 വർഷത്തോളമായി വിൻസി ടീച്ചർ മേപ്പയൂർ LP സ്കൂളിൽ 1ാം ക്ലാസ് അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു. 1ാം ക്ലാസ്സിലെ വിശിഷ്ട അധ്യാപനത്തിന് സംസ്ഥാന സർക്കാർ നൽകുന്ന മികവഴക് സംസ്ഥാന പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് മേപ്പയൂർ LP സ്കൂളിലെ വിൻസി ടീച്ചറും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. എൻ്റെ പേര് വിൻസി VK, മേപ്പയൂർ LP സ്കൂളിലെ 1ാം ക്ലാസ് അധ്യാപികയാണ്. പുതിയ പാഠപുസ്തകം, മാറിയ പാഠപുസ്തകത്തിലെ വിനിമയ കാര്യങ്ങളും പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യാനായിട്ട് കേരളത്തിൽ സംസ്ഥാന തലത്തിൽ ഉള്ളൊരു ഗ്രൂപ്പാണ് ഒന്നഴക്. ഡോക്ടർ കലാധര മാഷുടെ നേതൃത്വത്തിലാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളത്. സൈജ ടീച്ചറും കലാധര മാഷുമാണ് എല്ലാ പ്രവർത്തനങ്ങളും ഇതിനു വേണ്ടി ചെയ്യുന്നത്. ആദ്യം തന്നെ സംയുക്ത ഡയറിയാണ് 1ാം ക്ലാസ് നടപ്പിലാക്കിയത്. എൻ്റെ സ്കൂളിൽ 2 ഡിവിഷനുകളാണുള്ളത്. ആ 2 ഡിവിഷനുകളിലും സംയുക്ത ഡയറി ഞങ്ങൾ ആഗസ്റ്റ് മാസത്തിൽ സ്റ്റാർട്ട് ചെയ്തു. അതിൽ രക്ഷിതാക്കൾ ആദ്യം കുട്ടികൾക്കറിയാവുന്ന അക്ഷരങ്ങൾ രക്ഷിതാക്കളും എഴുതിയാണ് തുടങ്ങിയത്. 1ാം ക്ലാസ്സിലെ മറ്റു ഡിവിഷനിൽ എടുക്കുന്ന ടീച്ചർ രമ്യ ടീച്ചറാണ്. ഞങ്ങൾ 2 പേരും ഒരു കൂട്ടായ പ്രയത്നത്തിലൂടെ സംയുക്ത ഡയറി ഒരു 99% വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. എനിക്കും ഈ മികവഴകിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനം തോന്നുന്നു. ഞങ്ങളുടെ 1ാം ക്ലാസ് മികച്ച 1ാം ക്ലാസ്സായി തന്നെ ഉണ്ട്. പിന്നെ എല്ലാ കുട്ടികളും നന്നായി വായിക്കുകയും എഴുതുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതൊരു നല്ലൊരു നേട്ടമായി തന്നെ കണക്കാക്കുന്നു. ഈ 1ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷത്തെ 1ാം ക്ലാസ്സിനേക്കാൾ മികച്ച 1ാം ക്ലാസ്സിൽ തന്നെ ഉള്ള കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. രചനാപരമായും എഴുത്തിലും എല്ലാം പൂർണ്ണ 100% വരെ മികച്ചതായി തന്നെ. സംയുക്ത ഡയറി, സംയുക്ത രചനോത്സവം, സ്വതന്ത്ര രചന, കുട്ടിപ്പത്രം തുടങ്ങിയ മികവുറ്റ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിനാണ് മികവഴക് സംസ്ഥാന പുരസ്കാരം ലഭിച്ചത്. സംയുക്ത രചനോത്സവം തന്നെയാണ് ആദ്യം നടപ്പിലാക്കിയത്. ഒരു ചിന്തോദീപകമായ ചിത്രം കൊടുത്ത് അതിൽ നിന്നും രക്ഷിതാക്കളും കുട്ടികളും ചേർന്ന് കഥയുണ്ടാക്കി. ആ കഥ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കിടുകയും കുട്ടികളും രക്ഷിതാക്കളും അതിൽ പങ്കാളികളാവുകയും ചെയ്തു. അതിനുശേഷം കുട്ടികൾ ഒരു സ്വതന്ത്ര രചനയിലേക്ക് കുട്ടികൾ എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഒരു വിഷയം കൊടുത്തു. വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുത്തതല്ല, കുട്ടികൾ തന്നെ ഓരോ വിഷയം തിരഞ്ഞെടുത്ത് അതിനെ കൊണ്ട് കഥയും പാട്ടും കവിതയും ഒക്കെ എഴുതി. ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ ഓരോ വരിയും ഞങ്ങൾ അത്ഭുതപ്പെടുത്തി. കാരണം 1ാം ക്ലാസ്സിലെ മക്കളാണ്. അവരുടെ മനസ്സിൽ നിന്ന് സ്വതന്ത്രമായി വരുന്ന രചനകളാണ് അവരുടെ എഴുത്തിൽ കണ്ടത്. അത് ഞങ്ങൾക്ക് ഏറെ സന്തോഷം തരുന്നൊരു അനുഭവം തന്നെയായിരുന്നു. ഈ ഒരു വിഷയം തിരഞ്ഞെടുത്ത് അവർക്കറിയാവുന്നത് പോലെ എഴുതി. അതിൽ ഞങ്ങൾക്കും അതുപോലെ ഇത് മികവഴകിൽ പ്രദർശിച്ചപ്പോൾ അവിടെയുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ് സൂര്യൻകുട്ടി. അത് സനു ജസാറാണ് എഴുതിയത്. അവൻ സൂര്യൻകുട്ടി എന്നാണ് സൂര്യന് ഒരു പേരിട്ടത്, ആ കവിതയ്ക്ക് പേരിട്ടത്. രാവിലെ കുളിക്കും സൂര്യൻകുട്ടി എന്ന് തുടങ്ങി രാവിലെ സന്ധ്യയ്ക്ക് വീട്ടിൽ പോകും സൂര്യൻകുട്ടി എന്നാണ് അത് അവസാനിക്കുന്നത്. ആ കവിത എല്ലാവർക്കും ഇഷ്ടമായി. അതെനിക്കും രമ്യ ടീച്ചർക്കും വളരെ സന്തോഷമായിരുന്നു. അന്നേരം ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ മാഷ 46 പേർക്കും ഈ മികവഴക് പുരസ്കാരം നൽകി. ഇത് ഞങ്ങൾക്കൊരു സംസ്ഥാന തലത്തിലെ തരുന്ന ഒരു അവാർഡിനെക്കാട്ടും വിലപ്പെട്ടൊരു അവാർഡാണ്. മികച്ച അധ്യാപകനുള്ള അവാർഡ് തന്നെയാണ് കിട്ടിയത്. അത് എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രമ്യ ടീച്ചറും, ആ ടീച്ചർ എൻ്റെ കൂടെ അങ്ങനെ നിന്നതുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത്. സംസ്ഥാന തലത്തിൽ മികവഴക് പുരസ്കാരം നേടിയ വിൻസി ടീച്ചറെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ ഞങ്ങളുടെ സ്കൂള് 1ാം ക്ലാസ് മികച്ച ഒരു ക്ലാസ്സായിട്ട് മാറിയിരിക്കുകയാണ്. അതിന് വേണ്ടി പ്രവർത്തിച്ച വിൻസി ടീച്ചറും രമ്യ ടീച്ചറും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. 17 വർഷത്തോളമായി വിൻസി ടീച്ചർ മേപ്പയൂർ LP സ്കൂളിൽ 1ാം ക്ലാസ് അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു വരികയാണ്. ഭർത്താവ് ദിനേശ് കുമാർ മാഷും മക്കളായ ഹാൻവിൻ ദേവും ഹാൻവികയും ടീച്ചറുടെ സന്തോഷത്തിൽ ഒപ്പമുണ്ട്. 1ാം ക്ലാസ് 1ാം തരം എന്നൊരു ക്യാപ്ഷനോട് കൂടിയിട്ടുള്ള ഒരു മൊമെന്റോ ആണ് കുട്ടികൾക്ക് കൊടുത്തത്. അത് കിട്ടിയപ്പോൾ കുട്ടികൾക്ക് നല്ല സന്തോഷമാണ് ഉണ്ടായത്.
അതുപോലെ രക്ഷിതാക്കളും പൂർണ്ണ സംതൃപ്തിയാണ് ഇക്കൊല്ലം. രക്ഷിതാക്കൾ എഴുതിയിട്ടുണ്ട്, രക്ഷിതാക്കൾ സംതൃപ്തിയിൽ കുട്ടികൾ പഠന നിലവാരത്തിന് അവർ പിന്നെ ഒരു ബ്രോഷർ തയ്യാറാക്കി പിന്നെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതും ഇപ്പോൾ സമൂഹത്തെ ഒന്നാകെ അറിയാം. 1-ാം ക്ലാസ് 1-ാം തരമാണ്. കുട്ടികളെല്ലാം പിന്നെ വായനയും എഴുത്തും എല്ലാം പഠിച്ചു എന്നുള്ള ഒരു സംതൃപ്തി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ന്യൂസ് ബ്യൂറോ, മേപ്പയൂർ.